أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم മൽഫുസാത്ത് സയ്യിദന ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം. ഇക്രിമയുടെ പരിശുദ്ധ മാതൃക. ഇക്രിമയുടെ അവസ്ഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഉഹദ് യുദ്ധത്തിലുണ്ടായ ദുരിതത്തിൻ്റെ ശില്പി അദ്ദേഹമായിരുന്നു. അബൂജഹലായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. സഹാബാക്കളുടെ മാതൃകകൾ അദ്ദേഹത്തെ ഒടുവിൽ ലജ്ജിതനാക്കി. സഹാബാക്കളുടെ പവിത്ര മാതൃകകളും അവരിലുണ്ടായ പരിവർത്തനങ്ങളും ജനങ്ങളെ വിസ്മയിപ്പിച്ചതുപോലെ അത്ഭുത പ്രവൃത്തികൾ പ്രഭാവിതരാക്കിയിട്ടില്ലെന്നതാണ് എൻ്റെ മതം. തങ്ങളുടെ പിതൃവ്യപുത്രൻ എവിടെ നിന്ന് എവിടെ എത്തി എന്നതിൽ ജനങ്ങൾ ആശ്ചര്യം കൊണ്ടു. തങ്ങളാണ് വഞ്ചിക്കപ്പെട്ടതെന്ന് ഒടുവിൽ അവർ മനസ്സിലാക്കി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വ്യക്തിത്വത്തെ ആക്രമിച്ച ഇക്രിമയാണ് മറ്റൊരു സന്ദർഭത്തിൽ അവിശ്വാസികളുടെ സൈന്യത്തെ തകർത്തെറിഞ്ഞത്. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് സഹാബാക്കൾ കാഴ്ചവെച്ച പവിത്ര മാതൃകയെ അഭിമാനപുരസ്സരം ദൃഷ്ടാന്തങ്ങളെന്നോണം ഇന്ന് നമുക്ക് വിവരിക്കാൻ കഴിയും. ഇക്രിമയുടെ തന്നെ മാതൃക നോക്കൂ. അവിശ്വസിച്ചിരുന്ന കാലത്ത് നിഷേധം, അഹങ്കാരം തുടങ്ങിയ ദുർഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇസ്ലാമിനെ ഈ ലോകത്തു നിന്ന് നശിപ്പിച്ചു കളയണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ ദൈവാനുഗ്രഹം അദ്ദേഹത്തെ തുണയ്ക്കുകയും ഇസ്ലാം ആശ്ലേഷിക്കുകയും ചെയ്തതോടെ ആ അഹങ്കാരവും ഗർവവും തരിമ്പും അവശേഷിക്കാത്ത നിലയിലുള്ള ധാർമ്മിക ഗുണങ്ങൾ അദ്ദേഹത്തിൽ സംജാതമായി. ഇസ്ലാമിന് പിൻബലമേകുകയും ഇസ്ലാമിൻ്റെ സത്യത്തിന് ഒരു തെളിവായി തീരുകയും ചെയ്യുന്ന തരത്തിൽ വിനയവും താഴ്മയും അദ്ദേഹത്തിൽ ഉളവായി. ഒരിക്കൽ അവിശ്വാസികളെ നേരിടുന്ന നേരത്ത് ഇക്രിമയായിരുന്നു പടത്തലവൻ. അവിശ്വാസികൾ ശക്തമായി പൊരുതി. ഇസ്ലാമിക സൈന്യം പരാജയപ്പെടുമെന്ന നിലയിലായി. ഇത് കണ്ട ഇക്രിമ കുതിരപ്പുറത്തു നിന്ന് ഇറങ്ങുന്നത് എന്തിനാണെന്ന് പടയാളികൾ ചോദിച്ചു. പൊടുന്നനെ എങ്ങോട്ടെങ്കിലും പിന്മാറേണ്ടി വന്നാൽ കുതിര ഒരു പക്ഷേ പ്രയോജനപ്പെട്ടെങ്കിലോ അദ്ദേഹം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ എതിർത്തിരുന്ന കാലഘട്ടം ഞാനിപ്പോൾ ഓർത്തുപോയി. ജീവൻ കൊടുത്തും എൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം എവിടുന്ന് എവിടെ വരെ എത്തിയെന്ന് നോക്കുക. അദ്ദേഹം ഉത്കൃഷ്ട ഗുണങ്ങളാൽ വീണ്ടും വീണ്ടും സ്മരിക്കപ്പെടുകയാണ്. ദൈവപ്രീതി തങ്ങളുടെ ഉള്ളിൽ സ്വരക്കൂട്ടുന്നവരോടൊപ്പം അതുണ്ടാകുമെന്ന് ഓർത്തുകൊള്ളുക. അള്ളാഹു വിവിധ സ്ഥലങ്ങളിൽ അവരെ റളിയല്ലാഹു അൻഹും എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഓരോ വ്യക്തിയും ഈ ധാർമ്മിക ഗുണങ്ങൾ അവലംബിക്കണമെന്ന് ഞാൻ ഉപദേശിക്കുകയാണ്. സത്വിശ്വാസവും സൽക്കർമ്മവും. ഇതുകൂടാതെ രണ്ട് സംഗതികൾ കൂടി ആത്മാർത്ഥതയുള്ള സത്യാത്മാവിൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. ശരിയായ വിശ്വാസമാണോ ഒന്ന്. സമ്പൂർണവും സമഗ്രവുമായ സത്യവിശ്വാസത്തിൻ്റെ മാർഗം യാതൊരു പ്രയത്നവും അധ്വാനവും കൂടാതെ തൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമുക്ക് കാണിച്ചു തന്നു എന്നത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹമാണ്. നിരവധി പണ്ഡിതന്മാർക്ക് ഇതിനകം ലഭ്യമാകാത്ത മാർഗമാണ് ഇക്കാലത്ത് നിങ്ങൾക്ക് കാണിക്കപ്പെട്ടിരിക്കുന്നത്. ആകയാൽ അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തിനും ഔദാര്യത്തിനും നന്ദിയുള്ളവരാവുക. ശരിയായ വിശ്വാസത്തെ തുടർന്നുണ്ടാകുന്ന സൽക്കർമ്മങ്ങൾ സത്യഹൃദയത്തോടെ നിർവഹിക്കുക എന്നത് തന്നെയാണ് ആ നന്ദി. സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് ലഭിക്കുന്നതിന് സത്വിശ്വാസത്തിൽ സ്ഥിരചിത്തരാക്കണമേ എന്ന് പ്രവൃത്തി രൂപേണ സഹായമർത്ഥിക്കുകയും ചെയ്യുക. ആരാധനാകർമ്മങ്ങളിൽ നമസ്കാരം, നോമ്പ്, സകാത്ത് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുന്നു. ഇനി നമസ്കാരത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഇത് ലോകത്തേക്ക് വന്നിട്ടുള്ളതാണ്, ലോകത്തിൽ നിന്ന് ഉത്ഭവിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അരുളി, ഖുറത്തുൽ ഐനി ഫിസ്സലാത്ത്, നമസ്കാരം എൻ്റെ കണ്ണിന് കുളിർമയേകുന്നു. നമസ്കാര സമയങ്ങൾ ആധ്യാത്മിക അവസ്ഥകളുടെ പ്രതിഫലനങ്ങളാകുന്നു. ഒരു കാര്യം കൂടി ഓർത്തുകൊള്ളുക. നമസ്കാരത്തിനായി 5 നേരങ്ങൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അധികാരമോ നിർബന്ധമോ ചെലുത്തുന്നതിന് വേണ്ടിയല്ല. ഇവ വാസ്തവത്തിൽ ആധ്യാത്മികാവസ്ഥകളുടെ പ്രതിഫലനങ്ങളാണെന്നൊന്ന് ചിന്തിച്ചാൽ ബോധ്യമാകും. അള്ളാഹു പറയുന്നു, അക്കിമിസ്വലാത്ത് ലി ദുലൂക്കി ഷംസ്, അതായത് ദുലൂക്കു ഷംസ്, സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റുന്നത് തൊട്ട് നമസ്കാരം നിലനിർത്തുക. നോക്കൂ, ദുലൂക്കു ഷംസ് എന്നറിയപ്പെടുന്ന സമയം തൊട്ട് നമസ്കാരം അനുഷ്ഠിക്കണമെന്നാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. ദുലൂക്കിൻ്റെ അർത്ഥത്തെ ചൊല്ലി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റിയ സമയത്തെയാണ് ദുലൂക്ക് എന്ന് പറയുന്നത്. ദുലൂക്ക് തൊട്ട് 5 നമസ്കാരങ്ങൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഇതിലടങ്ങിയ യുക്തിയും രഹസ്യവും എന്താണ്? ആധ്യാത്മികമായ താഴ്മയുടെയും വിനയത്തിൻ്റെയും പദവികളും ദുലൂക്കിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്നാണ് പ്രകൃതി നിയമം കാണിച്ചു തരുന്നത്. അതിനെ തുടർന്ന് 5 അവസ്ഥകളാണ് വരുന്നത്. ആകയാൽ ദുഃഖത്തിൻ്റെയും വ്യസനത്തിൻ്റെയും ലക്ഷണങ്ങൾ ആരംഭിക്കുന്നതോടെ സ്വാഭാവികമായ ഈ നമസ്കാരത്തിൻ്റെ സമയവും തുടങ്ങുകയായി.
മനുഷ്യന് വല്ല ആപത്തോ ദുരിതമോ വന്നു ഭവിക്കുമ്പോൾ അവൻ എത്രമാത്രം വിനയവും താഴ്മയും അവലംബിക്കുന്നു. ഇപ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നതായാൽ എന്തുമാത്രം നമ്രഭാവവും വിനയവുമാണ് പ്രകൃതത്തിലുണ്ടാവുക എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണല്ലോ. ഇതുപോലെ നിങ്ങൾ ചിന്തിക്കുക. ഉദാഹരണമായി, ഒരു വ്യക്തിയെ വിചാരണ ചെയ്യാൻ സമൻസോ വാറണ്ടോ വരുമ്പോൾ ഇന്ന ക്രിമിനൽ സിവിൽ വകുപ്പ് പ്രകാരമാണ് വിചാരണ എന്ന് അയാൾ അറിയും. വാറണ്ട് വായിച്ചു കഴിഞ്ഞതോടെ മധ്യാഹ്നത്തിൽ നിന്ന് സൂര്യൻ തെറ്റിയതുപോലുള്ള എന്നുവച്ചാൽ പതനം ആരംഭിച്ച അവസ്ഥയായിരിക്കും അയാൾക്ക്. കാരണം വാറണ്ടോ സമൻസോ ലഭിക്കുവോളം അയാൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. കേസ് നടത്താൻ പറ്റിയ വക്കീലിനെയോ മറ്റോ കിട്ടുമോ എന്ന ചിന്ത ഉണ്ടാകുന്നത് അപ്പോഴാണ്. ഇത്തരം ആകുലതകളാലും ആവലാതികളാലും സംജാതമാകുന്ന ദുരവസ്ഥയാണ് ദുരൂക്കിൻ്റെ അവസ്ഥ. ളുഹർ നമസ്കാരത്തെ പ്രതിനിധാനം ചെയ്യുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന പ്രഥമ അവസ്ഥയാണത്. അയാൾ രണ്ടാമതായി നേരിടുന്ന അവസ്ഥ കോടതി മുറിയിൽ നിൽക്കുമ്പോഴാണ്. എതിർകക്ഷിയും കോടതിയും അയാളെ ചോദ്യം ചെയ്യുകയും ക്രോസ് വിസ്താരം നടത്തുകയും ചെയ്യുന്നു. വളരെ അസ്വസ്ഥമാക്കുന്ന അവസ്ഥയാണത്. അസർ നമസ്കാരത്തോട് താദാത്മ്യം പുലർത്തുന്ന സമയവും സന്ദർഭവുമാണത്. എന്തെന്നാൽ വീർപ്പുമുട്ടലിനും പിരിമുറുക്കത്തിനുമാണ് അസർ എന്ന് പറയുന്നത്. അവസ്ഥ കൂടുതൽ സങ്കീർണമാക്കിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കപ്പെടുമ്പോൾ നിരാശയും ഹതാശയും വർദ്ധിക്കുന്നു. കാരണം ശിക്ഷ ലഭിക്കുമെന്ന ചിന്തയായിരിക്കും അപ്പോൾ. മഗ്രിബ് നമസ്കാരത്തെ പ്രതീകവൽക്കരിക്കുന്ന സമയമാണിത്. പിന്നീട് വിധി കേൾപ്പിക്കുകയും കോൺസ്റ്റബിളിനെയോ കോർട്ട് ഇൻസ്പെക്ടറെയോ ഏൽപ്പിക്കുകയും ചെയ്യുന്നതോടെ ഇശാ നമസ്കാരത്തെ പ്രതിനിധാനം ചെയ്യുന്ന സമയം വന്നെത്തുന്നു. ഏതുവരെ എന്നാൽ നമസ്കാരത്തിൻ്റെ പുലരി വെളിപ്പെടുകയും ഇന്നമൽ ഉസ്രി യുസ്റയുടെ അവസ്ഥ പ്രത്യക്ഷമാവുകയും ചെയ്യുന്നതോടെ സുബൈ നമസ്കാരത്തിൽ പ്രതിഫലിച്ചു കാണുന്ന ആത്മീയ സമയം വന്നെത്തുകയായി. ചുരുക്കത്തിൽ ഞാൻ വീണ്ടും നിങ്ങളെ അഭിസംബോധന ചെയ്ത് പറയുകയാണ്. ഞാനുമായി നിങ്ങൾ സത്യസന്ധമായ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യം നിങ്ങൾ ധാർമ്മിക ഗുണങ്ങളിലും സ്വഭാവശീലങ്ങളിലും മറ്റുള്ളവർക്ക് സന്മാർഗവും സൗഭാഗ്യവും അരുളുമാറ് സവിശേഷമായൊരു പരിവർത്തനമുണ്ടാക്കുക എന്നതാകുന്നു. മൽഫൂദാത്ത് വാള്യം 1 പേജ് 128 മുതൽ 130 വരെ. വ ആഖിറുദ്ദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.